ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനൊരു വീഡിയോ എന്നല്ലേ. സോ ഇതെൻ്റെ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗാണ്, കുറച്ച് ലെങ്തി വ്ളോഗാണ്. കാരണം എല്ലാ മൊമെൻറ്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുത്ത് നോക്കാനായാലും ഈ മെമ്മറീസൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും മുൻപോട്ട് നമുക്കിതൊക്കെ നോക്കാമല്ലോ വീഡിയോ ആയിട്ട് എടുത്തിട്ട്. സോ ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ വീഡിയോസും അന്നെടുത്ത, അതായത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നെടുത്ത എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി ഈ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്, സോ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ അന്ന് ഞാൻ ബർത്ത്ഡേയുടെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. കാരണം അന്ന് ഞങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കിടപ്പുണ്ട് ലൈവിനകത്ത്. അപ്പോൾ അത് കാണാത്തവർ അതും പോയി കാണാം. അപ്പോൾ നിങ്ങളുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. സോ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ പോയി കാണാം. Your destination is on the left. എടാ സ്കൈലൈൻ ഡോ ഹിയർ. കൊഞ്ഞ 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 ഉണ്ടല്ലോ, കടിക്കുവോ? നീരെ മിണ്ടാതെ ഇവനെ പോലും ഇന്നും വലിച്ച് നീ ഇതെങ്ങാണോ ഇട്ട് കൊടുത്ത നായ. ഇത് വ്ളോഗിലിടാനുള്ളതാ. ആ വ്ളോഗിലിട്ടു. അവ നാട്ടുകാർ മൊത്തം കണ്ടു. കണ്ടോട്ടെ, അവള് കാണായിരുന്നു. അവളല്ലേ വ്ളോഗ് കാണും. കൊല്ലിങ്ങാൻ നിന്നെ. സോ അങ്ങനെ നമ്മൾ അവസാനം സ്കൈലൈൻ ബീച്ച് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? നമ്മൾ ബാക്കിലാണോ എത്തിയത്? So we got a room. This is our room. So നമ്മളങ്ങനെ എത്തി. അങ്ങനെ നമ്മൾ നടന്ന് എവിടെയോ എത്തി. ആക്ച്വലി ഇതെന്ന് പറയുന്നത് മറ്റേ ഇതിൻ്റെ ക്ലിഫിൻ്റെ എഡ്ജിലോട്ടുള്ളൊരു പാത്ത് ആണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കടയിൽ എത്തിയിട്ട് ഒരു ചേട്ടനോട് സംസാരിക്കുകയുണ്ടായി. ബട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. റിട്ടേൺ ബാക്ക് പോകുമ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ വീഡിയോ എടുക്കാം. ആൻഡ് ഇവിടുത്തെ പ്രൈസ് ഹൈക്ക് വാസ് ടു ഹൈ. ബിക്കോസ് ഒരു വെള്ളത്തിന് 40 rupees എബോ ഒക്കെ ചോദിക്കുന്ന ഓരോ കടകളിൽ. സോ വി ആർ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ, ഐ ഗെസ് ഓൾമോസ്റ്റ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ക്ലിഫ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ ആം സോ സോറി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെയിൽ മാറും, വെയിൽ വരും. അങ്ങനത്തെ സിറ്റുവേഷൻ കൊള്ളാം. അങ്ങനെ പിന്നെയും ഒരു ക്ലിഫ് എഡ്ജിൽ നിൽക്കാൻ പറ്റുന്നൊരു സ്പോട്ട് ഉണ്ട്, കൊള്ളാം. ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ഹിയർ. ദിസ് ഈസ് ബിഹൈൻഡ് ഓഫ് റൈറ്റ് ഓഫ് റിസോർട്ട്. സോ ദിസ് ഈസ് ഇറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് എ സൂപ്പർ വ്യൂ ഹിയർ. പക്ഷേ ഇത് ഭയങ്കര ന്യൂണായതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല ചൂടുണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് പുറകിലുള്ള കുറച്ച് സെക്ഷൻസ്. സോ ഇവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നമ്മളിങ്ങനെ ഒരു പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഹായ് മയവി. ഹലോ. മയവി ബെഡിൽ മറ്റേ കണ്ണാടിയൊക്കെ കിടക്കുന്നുണ്ട്. അയ്യോ, പിന്നെ ഞാൻ നിന്റെ ഫോട്ടോ മറ്റേ സ്റ്റാറ്റസ് ഇട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വെച്ചു, ഇത് മറ്റേ യൂട്യൂബിൽ സ്ട്രീം ഒക്കെ ചെയ്യുന്ന ആളാണോ. ഐ വാസ് ലൈക്ക് നിനക്ക് എങ്ങനെ അറിയാം? കാരണം ഞാനിങ്ങനെ ഷോർട്സ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ കൂടെ പഠിച്ചൊരു പയ്യനാ, ഇപ്പൊ പട്ടാളത്തിൽ ഷോർട്സ് കണ്ടതാ. ഷോർട്സ് ഇട്ടോളൂ. എടാ നീയും കണ്ട് ലൈക്ക് അടിക്കുന്നുണ്ടല്ലോ, എന്നെ കണ്ടേ. അവൻ അടിക്കാത്ത പെമ്പിള്ളാർ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗേൾസ് സ്ട്രീമേഴ്സിന്റെ ലൈവില് അവന് സബ്സ്ക്രിപ്ഷനും ഉണ്ട്, അവിടുത്തെ മെമ്പർഷിപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. വന്നിട്ടുണ്ട്. ഇനിയും വെളുപ്പിച്ചോണ്ടല്ലോ ഇവിടെ മറ്റേ വെള്ളഭൂതം പോലെ ഇരിക്കും. അല്ല, ഫേസ്ക്കാൻ വേണ്ടി ലൈവ് നാണോ. ഹായ് ഗൈസ്, this is Magnus. ഒരാൾക്ക് സ്പാ വേണമെന്ന് പറഞ്ഞു. ഗൈസ് ഇവന് സ്പാ വേണോന്ന് പറഞ്ഞു. വേണ്ടേ? നീ വെളുത്തിട്ട് പാറിയിരിക്കും. കൊള്ളാലേ.
ആ സിനിമ സിനിമാറ്റിക് ആയതുകൊണ്ട് എന്നെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. കണ്ട ഇപ്പൊ ഞാൻ ബ്ലർ ഭയങ്കര ഡാർക്ക്. പറ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? രണ്ട് ചവിട്ട് തരാൻ തോന്നുന്നുണ്ട്. എടാ പറയടാ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനാ, അതാ ദുരന്തങ്ങളെ പറ്റി. നിനക്ക് എന്താ പറയാനുള്ളത്? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം, ഇങ്ങനെ കരഞ്ഞു പോയി എപ്പോഴും നടക്കണം. പിന്നെ പറയാനുള്ളതൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ലൈവ് ബ്ലോഗിൽ പറയാൻ പറ്റത്തില്ല. നിനക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. പ്രത്യേകിച്ചൊന്നും പറയല്ല. എന്നെ കുറിച്ച് ആർക്കും ഒന്നും പറയല്ല. ആ പറ. ലോക ദുരന്തങ്ങൾ എഴുതാം. Guys, ഇത് കണ്ടോ? ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗൈസ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു സ്ഥലത്ത് റൂം എടുക്കാന്നുള്ളത്. ഇന്ന് ഞാൻ അർമാദിക്കും ഗൈസ്. ഞാനിപ്പോ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് പേരും കൂടെ അല്ല, ഇനി കുറച്ചല്ല, ഒരു 2 പേരും കൂടെ ഇനി വരാനുണ്ട്. നമ്മുടെ മാർവർലയും പിന്നെ നമ്മുടെ ആദമും. ഇവ 2 പേരും കൂടെ വരാനുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ് എന്നെ കുറിച്ച്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി വരാനുണ്ട് നമ്മുടെ മാർവർലയും നമ്മുടെ വരാനുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ് എന്നെ കുറിച്ച്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യണം. വ്ലോഗാണോ? She's like taking the vlog, everything. നീ കണ്ടില്ല. And നീ സുന്ദരനല്ലേടാ? ഇവന്റെ ഫോണിൽ നമുക്ക് ഫോട്ടോ എടുക്കണം. നീ സുന്ദരനല്ലേ? എന്തേ? എടാ ഞാൻ മറ്റേ ഇടാൻ വേണ്ടിട്ട് റിംഗ് ലൈറ്റ് റിംഗ് ലൈറ്റ് ഇടാ എന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വെട്ടത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് റിംഗ് ലൈറ്റ് ഇടാലോ. എടാ റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സുഖമായിരിക്കുമല്ലോ. ഗൈസ് ഇനി 2 പേരും കൂടെ വരാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചില്ലിങ് ആണ് അല്ലേ ഗൈസ്? എടാ 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 എന്തെങ്കിലും ഒന്ന് എടാ എനിക്കില്ലടാ. എടാ ഡയറി മിൽക്കല്ല, ഓറഞ്ച് ഉണ്ടില്ലേ? ഹായ് ഗൈസ്. എന്താ എടാ നോക്കാ ഞാൻ വെളുത്ത് തുണ്ടിരിക്കുന്നു. ഞാനല്ല ഉദ്ദേശിച്ച ഗൈസ്. അപ്പോ ആ പാട്ട് വിശക്കുന്ന പെട്ടെന്ന് പൊടിക്കുമോ? എന്റെ പാട്ട് പൊളിച്ചിരുന്ന അങ്ങോട്ട് ഇതാ കുടി. അവൻ വിളിക്കണ്ട്. ഓറഞ്ച് ഞങ്ങൾക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഓറഞ്ച് കഴിക്കാം. അതെ ഗൈസ്, മാർവറിൽ വരാനുള്ള ലേറ്റ് ആയത് കൊണ്ട് ഞങ്ങൾ ഇവിടെ അടിയതെന്താ തോറ്റി. ഇവിടെ എന്താണോ അപമാനിക്കുന്നു? എനിക്ക് വേണ്ട തൊലി. മാർവറിൽ വരാൻ ലേറ്റ് ആയത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഓറഞ്ച് കഴിച്ച് പറയാൻ സമ്മതിക്കല്ല തന്നെ. ഓറഞ്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഗൈസ്. ഓറഞ്ച് ഹായ് ഗൈസ്, നമ്മുടെ ആദം എത്തിയിട്ടുണ്ട്, മീനൂട്ടി എത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ആരെങ്കിലും പിടിച്ചോണ്ടിരിക്കണ ഒന്നും വേണ്ട. കുട്ടിക്ക് സന്തോഷ ജന്മദിനം, കുട്ടിക്ക് സന്തോഷ ജന്മദിനം. Happy birthday, 1, 2. Happy birthday to you. Happy birthday for you. Happy birthday. അത് എടുക്കണ്ടല്ലേ വീഡിയോ? കൂടുതൽ ഏറ്റവും വലിയ തള്ള.
ആ നോട്ട് വാതുവിനെ നോക്കിയുള്ള ഒരു കഴിപ്പ് ഏതാ ഞാനെടുത്ത ഒന്നും കിട്ടുന്നില്ല. അത് മറ്റേ കൊന്നൊക്കെ എടാ കേക്ക് എന്താ അവനത് മൊത്തം കൊടുത്തേക്കുന്നു. അതിന് മൊത്തം കൊടുത്താലോ? മായാവി മൂക്കെ മാത്രമേ സിമ്പിൾ അല്ലയോ പോട്ടെ. സിമ്പിള് വരും പോകും. അവള് പേടിച്ച് കണ്ണൊക്കെ തള്ളി അവളുടെ മനസ്സിലാവും. മറ്റേ ചേട്ടാ ചേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. വല്ലോ ഒരു റീല് ഒപ്പിക്കേണ്ടത് എല്ലാം കൂടെ. ഇതുവെല്ലാം കാണുന്നുണ്ടോ? എന്താ ക്യാമറ അടങ്ങി നിക്കടി ഞൊരപ്പേ. പിടിച്ചു പിടിച്ചു. സുന്ദരി 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 ആറ്റിറ്റ്യൂഡ്. സുന്ദരി ഇട്ടോക്ക്. എന്തുവാടാ ഒന്നും പറയട്ടെ ആരും. ഇതെന്റെ ബ്ലോഗിനുള്ള വീഡിയോ. ഹലോ ഗൈസ്, അങ്ങോട്ട് തിരിച്ചു. വെൽക്കം ടു മൈ ലൈവ് സ്ട്രീം. എല്ലാം ലൈവ് ചെയ്യുന്നത്. എന്നിട്ട് എന്തിനാ എല്ലാത്തിനും ഇത്ര നാണം? ഞാൻ കണ്ടോ ഫോണും പിടിച്ചോണ്ട് നടക്കണം. ഞാൻ വന്നപ്പോഴേ ഫോൺ. ഞാൻ നേരത്തെ അവിടെ നിന്നോണ്ട് എടുത്തതാ. ഹലോ കൂളിംഗ് ഗ്ലാസ് വെച്ചെടുത്തിനാണ്. ആ കൂളിംഗ് ഗ്ലാസ് എന്ത് ചെയ്യേ? അതാ അവിടെ ഉണ്ടെന്നാ പറയാൻ വന്നത്. തരത്തില്ല 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 തരത്തില്ല. എടാ നിന്റെ കൂളിംഗ് ഗ്ലാസ് ഡൈനാമോ കൂളിംഗ് ഗ്ലാസ്സാ തിരിച്ചു തരണേ. ഇല്ല തരത്തില്ല. ഇല്ല എനിക്ക് വൈകിട്ട് ചോറൊക്കെ ഉണ്ടോന്നോ? നീ എവിടെയാ നിക്കുന്നേ? മായാവിൽ നിന്ന് തന്നെ തുടങ്ങാം. പാവൻ ഡ്രൈവർ മായാവി 2 കേക്കും ഒരു കുറച്ച് ഡയറി മിൽക്കും കഴിച്ചിട്ട് കയറിയിരിക്കുന്നു. ഇവളൊരുത്തിയാണ് ഈ ലേറ്റ് ആയത്. ലേറ്റ് ആയതിന്റെ കാരണത്തിലാണ് നമ്മള് ഇവള് ലേറ്റ് ആയതിന്റെ കാരണത്തിലാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. തന്നെ ലേറ്റായി. കേക്ക് ഫുള്ള് മെൽറ്റായി പോയി. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഡൈനയുടെ കയ്യിലാണ്. സോ ഇത് ഏറ്റവും എന്തൊക്കെയോ വലിയ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഡൈന ഈസ് ബ്ലഷിങ് റൈറ്റ് നൗ. വൈ? ലോക ദുരന്തത്തിന് അത് മതമ്മമാരെ വളയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ഷർട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്നു. ബട്ടണൊക്കെ വരും. ഡൂഡിന്റെ സ്വന്തം മാലയൊക്കെ ഇട്ട്. ഇവനെ എനിക്കറിയാം മതമ്മ കൊണ്ടു. ഞങ്ങള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി റൂമിൽ ഇരിക്കും കേട്ടോ. ഇവന്മാരുടെ അലമ്പ് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. എല്ലാരും ഇങ്ങനെ ഇരിക്കുക. ഞങ്ങള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കിടക്കുക. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചുമ്മാ ചില്ലി. ഇവന്മാര് മഹാ അലമ്പാണ് കേട്ടോ ഗൈസ്. മഹാ അലമ്പ. അതെ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഗൈസ് ഡീസന്റ് ആയിട്ട് അല്ലേ? അതെ ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മമാര് നുണയന്മാരാ. നമ്മളങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. എടാ ഒന്ന് മാറിക്കടാ. ഒന്ന് മാറിക്കടാ. ഇവിടെ നോക്കൂ. വാട്ടർ സപ്ലയർ ഡൈന. 7up സപ്ലയർ. അതും ഇങ്ങനെ എല്ലാവർക്കും ഫുഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇതാണ് നമുക്കുള്ള ഫുഡ്. ഉച്ചക്കത്തെ 4 മണിക്ക്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ 4 മതി.
ആൻഡ് ഇവിടെ മാറാല ഇരിപ്പുണ്ട്, നോക്കൂത്തിയായിട്ട് മായ ഇരിപ്പുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നിന്റെ എന്ത് മോന്താ ഇതാണ് നമ്മുടെ ഫുഡ്, മന്തി ആൻഡ് 7up. വിത്ത് മയോണൈസ് ആൻഡ് എന്തോ തക്കാളി സാധനം അല്ലേ. ഇതാണ് നമ്മുടെ സപ്ലയർ. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ എടാ എന്താ മറ്റേ പാട്ടല്ലേ പണ്ടത്തെ പാട്ടുകൂടി പാട്ടുണ്ട്. ഇവിടെ ഫുള്ളുണ്ട് ഇറക്കിയതാ. അവിടെ ട്രിപ്പ് പോടാ. എനിക്ക് അനുവാദം തരും, ഞാൻ സ്റ്റെപ്പ് ഇട്ടുതരാം. നിർത്തിയിട്ടോളെ അതിന് മായയുടെ ബാക്ക് സൂം ചെയ്തു. ക്യാമറ ആക്കുന്നു. നമ്മൾ എങ്ങനെ ബീച്ചിലോട്ട് പോവുകയാണ് ഗൈസ്. ബീച്ചിലോട്ട് പോവുകയാണ് നമ്മൾ. എല്ലാരും ഉണ്ട്. സൺസെറ്റ് കാണാം. അതാ നിങ്ങളുടെ അടുത്താണ് കേട്ടോ ഗൈസ്. ബൈ. നമ്മള് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് വൈബൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്ലിഫിലോട്ട് പോവാണ്. എല്ലാരും ഉണ്ട് ഗൈസ്. അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകണം. ആദ്യം ഞങ്ങളോട് ട്രെയിൻ വരാൻ പറഞ്ഞു. ഗൈസ് നിവേരെന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ കോളിലുണ്ട്. എന്താ കണ്ടോളൂ. മതിയോ മതിയോ കാണിക്കാൻ പറഞ്ഞു നിങ്ങളെ പ്രത്യേകിച്ച്, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. മതിയോ? So that's it, like sunset. So നമ്മളെല്ലാവരും കൂടെ എന്താ പറയുക, ഇന്നത്തെ വോൾ ഡേ പറയുന്ന പോലെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. സോ നമ്മളങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ക്ലിഫിൻ്റെയൊക്കെ മേളിലൊരു പോർഷനിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് പായലി മാറാലയുടെ കത്തിയൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര കത്തിയടിയാണ്. എൻ്റെ ഇവിടെ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ആരോടൊക്കെ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കണോ. ആൻഡിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ 8-2K ഏജിലേക്ക് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് കിളിവാറിയിരിക്കുന്നു. ആൻഡ് ഹാരിസൺ പോയിട്ടുണ്ട്. ആൻഡ് പുള്ളിയുടെ ഫ്രണ്ട്സിൽ ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ ബ്രോ, അതായത് അവിടെ അത് ഈസിലേക്ക് ഫുൾ ചില്ലി. നിങ്ങളത് കാണുന്നുണ്ടോ? അതാണ് സൂര്യൻ.
കണ്ടോ? നോക്കൂ, കാണുന്നുണ്ടോ? അതെ, ഇതാണ് കേട്ടോ വ്യൂ. വർക്കല ക്ലിഫ് കിപ്ലയോ കിപ്ലാന്നൊക്കെ. ഈ വ്ളോഗൊക്കെ നമുക്ക് മെമ്മറീസ് ആയിട്ട് ഉണ്ടാവത്തുള്ളൂ, മനസ്സിലായില്ലേ? അതെ, നമുക്ക് പിന്നെ എടുത്ത് നോക്കാൻ നേരത്ത് ഇതൊക്കെ നമ്മുടെ മെമ്മറീസ് ആണ്. സോ നമ്മൾ എടുത്ത് വെക്കാം. അമ്മി ഇത് എന്തുവാ ഇത്?
നിങ്ങളിത് കാണുന്നുണ്ടോ? നാളെ കുംഭഭരണി മേളയ്ക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന പാവ. ഫ്ലോട്ടിൽ നടന്നറിയാം ചെറിയ വീട് വിലയില്ല. കടന്നു വരികയാണ്. കുംഭഭരണി അമ്മേ ശരണം ദേവി ശരണം. നാളെ ചെട്ടിളങ്ങര അമ്പലത്തിൽ ഫ്ലോട്ടുകളാണ് നിങ്ങൾ കടന്നു വരുന്നത്. ദേവി ശരണം. हाय बोल इसमें ब्लॉग में आएगा एक वो डायना गेमिंग है वो यूट्यूबर है पबजी വേറെ ടീമായി. താഴെ എഴുതുന്നത് കിട്ടുന്നില്ല. ഓക്കെ എങ്ങോട്ട് പോകുന്നത്? ഇങ്ങനെ ഇത് എങ്ങോട്ടോ പോവാണ്. ഇത് ആകാശത്ത് നിന്ന് ഡ്രോൺ വെച്ച് എടുക്കേണ്ടി വരും. അല്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ലോ ഇട്ട് പോകാം. ഓ അത് നശിപ്പിച്ചേക്കട്ടെ. എടാ ഷെയ്ഡിന്ന് മാറിക്കേ. Any variety item? 500. ഇത് 500 പറഞ്ഞപ്പോ ഇത് വീഡിയോയ്ക്ക് ഞാനിപ്പോൾ വോയിസ് ഓവർ എന്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഗൈസ് ഇത് ഞാൻ എൻ്റെ രണ്ടാമത്തെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. രാവിലെ ഒരെണ്ണം കഴിഞ്ഞായിരുന്നു. ഇത് രണ്ടാമത്തെ കേക്ക് കട്ടിങ് ആണ്. എനിക്ക് അറിയത്തില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കേക്ക് അന്ന് രാത്രി തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 പീസെങ്ങാനും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് രാവിലെ ആയപ്പോഴത്തേക്ക് അത് കാണാനില്ലായിരുന്നു. പിന്നെ ഇത് മായവയാണ് കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വീഡിയോസും ലൈവൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ആരൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. സോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചുമ്മാ കടലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട്. ഈ കോലം എന്താ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നിൽക്കുക. കാരണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 9:45 സ്വിമ്മിംഗ് പൂളിൽ ചാടിയത്. 10 മണിയാകുമ്പോൾ സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ലൈവൊക്കെ ഇട്ട് ലൈവിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 9:45 ഞങ്ങൾ പെട്ടെന്ന് ഓടി സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ആണ് ഇപ്പോൾ ഈ കേക്ക് കട്ടിങ്ങും എൻ്റെ കോലമൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആ കോലത്തിലാണ് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ബീച്ചിൽ ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. എല്ലാവരും ആ ഒരു ഇതിൽ തന്നെ നിൽക്കണം. ബോയ്സ് മാത്രം എനിക്ക് തോന്നുന്നു അവർ ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ്, എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. ഹലോ ഹലോ കേട്ടോ. വരുമോ കളിക്കാനാ?
ആക്ച്വലി എനിക്ക് അറിയത്തില്ല, ഞാനിപ്പം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ നീണ്ടു നേർന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ് എൻ്റെ. ഞാൻ കുറേ വലിച്ചേരി സംസാരിക്കുന്നത്, എന്തൊക്കെയോ ഞാൻ കുറേ പറഞ്ഞു. ആക്ച്വലി ഞാൻ വർക്കല വരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഡൈനയുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ വരുവാനിടയായി. ആൻഡ് ഡൈനയ്ക്കൊരു മെമ്മറബിൾ ഡേ കൊടുക്കാൻ ഭയങ്കരമായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഡൈന കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു മീറ്റപ്പിന് വരുന്നതും അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെ അവൾ ആഘോഷിക്കുന്നതൊക്കെ ഭയങ്കര റയറാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സാധാ ഒരു ദിവസം പോലെ ഇതും പോകുമെന്ന് വിചാരിച്ച ദിവസത്തിൽ നമ്മളിത് അടിപൊളിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം ജസ്റ്റ് വേക്കപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, എല്ലാവരും ഫ്രഷപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഫ്രഷായി. ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഡൈനൊന്നും എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഞാൻ ഇന്നലെ മറ്റേ നമ്മൾ നടന്ന പാത്തിൽ കൂടെ ഒന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് സോറി, ഭയങ്കര തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് തൊണ്ടയൊക്കെ പോയിട്ടിരിക്കുകയാണ്. അതിൻ്റെ എവറിത്തിങ് ഈസ് ഗുഡ്. അടിച്ചു പൊളിച്ചു, സത്യമായിട്ട് അടിച്ചു പൊളിച്ചു. രാത്രി ആയാലും നമ്മൾ ഭയങ്കരമായിട്ട് ചില്ലിങ് ഒക്കെ ആയിരുന്നു. എല്ലാവരും കഴുതകളിയും അങ്ങനെ സംസാരവും ബഹളമൊക്കെ ആയിരുന്നു. സോ 3-3:30-4 മണിയായിട്ട് എല്ലാവരും കിടന്നതൊക്കെ. ആൻഡ് എൻ്റെ ലൈഫിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. വർക്കലയ്ക്ക് വരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ആൻഡ് ലാസ്റ്റ് വർക്കലയ്ക്ക് വന്നു. ആൻഡ് എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പീസ്ഫുള്ളാണ്. ആക്ച്വലി സീ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹീലിംഗ് പവർ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു പ്ലേസും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തെ ഈ ഒരു പാത്ത് പിന്നെ നല്ല രസമാണ് ഞാൻ നടന്നിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ. സോ എല്ലാവരും റെഡി ആയിട്ട് നമുക്ക് ബാക്കിയെടുക്കാം. ബൈ. അതുകൂടെ നമ്മളിപ്പോൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ തിരിച്ച് റിട്ടേൺ ബാക്ക് ടു റൂമിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള കുറേ റിസോർട്ട്സും നല്ല കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. നമുക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ നോക്കും ഇതൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ആൻഡ് നല്ലൊരു വൈബ് ആംബിയൻസ് ആണ് ഇവിടെ. കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് വർക്കിൽ വരുന്നത്. ഞാൻ ആക്ച്വലി വർക്കിൽ വരണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. നല്ലൊരു പീസ്ഫുൾ മെൻ്റലി നമുക്കൊന്ന് അടിപൊളിയാവാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഒബ്വിയസ്ലി നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എല്ലാവരും എഴുന്നേറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് രാവിലെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എല്ലാം കയറി പോയിട്ടുണ്ട്. മെനു ഒക്കെ നോക്കി നമ്മൾ അഫോർഡബിൾ ആണെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ആൻഡ് ഫൈനലി വി ആർ ഹിയർ. കടയുടെ എന്തായിരുന്നു, ട്രാക്ടോറിയസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ജർമ്മൻ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ കട്ടൻ ചായ കുടിക്കാൻ പോകുന്നത് നോക്കാം. എല്ലാം ഒത്തിട്ട് കയറിയിട്ടുണ്ട് നമുക്ക് പറയാം. ഇതാണ് ഷോപ്പ് വന്നിട്ട്. ആൻഡ് എല്ലാം ഇവിടെ ഉണ്ട്. ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി വന്ന അത് പിടിക്കാൻ വേണ്ടി വന്ന മാറാല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. സോ എൻ്റെ നെസ്കഫെ വന്നേ. മായവി ചായ, ചായ, മാറാല കോഫി. ഇപ്പം പഞ്ചസാര ഇട്ട് കലക്കുക. അവൻ ഷുഗർ കട്ടാന്ന് ഇന്നലെ പറഞ്ഞു. പക്ഷെ നോക്ക് അയവിയേ ഹായ് ഗൈസ്, ഇന്നലെ ലൈവ് വീഡിയോ ഇന്നലെ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. എന്നിവരെല്ലാവരും തിരിച്ചു പോവാം. പക്ഷെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാനൊക്കെ മാറ്റി
ഞങ്ങളിപ്പം വിചാരിച്ചു ഞങ്ങൾ ട്രാൻഡ്രത്ത് പോയി അവിടുന്ന് ലുലുവിലൊക്കെ പോയിട്ട് അതിനുശേഷം ഇവരെ പറഞ്ഞുവിടാന്ന് വിചാരിച്ചു. അപ്പൊ അത്രയ്ക്കുള്ളൂ. ഇപ്പൊ ഞങ്ങള് അതെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് സ്റ്റേഷനിൽ പോയി അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ട്രാൻഡ്രത്ത് പോകണം. എന്നിട്ട് അവിടുന്ന് ലുലു പോകണം. എന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് ചില്ല് ചെയ്യണം. അത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പോഴത്തെ പരിപാടീസ്. എല്ലാരും ഉണ്ട്. അത് ചെയ്യണം. അത് തന്നെ എത്ര വട്ടം ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. രണ്ടുപേരും ഫ്രണ്ടിലെ നടന്നു പോകുന്നുണ്ട്. നല്ല വെയിലാണ്. സായിപ്പം കുഞ്ഞു നോക്കിക്കുന്നുണ്ട്. അന്നാട്ടില് സൂം ചെയ്ത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ബ്ലോഗിൽ തന്നെ ഉണ്ട്. ഞാൻ തരാൻ നമുക്ക് മുമ്പത്തെ തൊട്ട് പിന്നെ എടുക്കാം. ട്രെയിനിലാണ് നമുക്ക് മുമ്പത്തെ തൊട്ട് പിന്നെ എടുക്കാം. നമ്മളിപ്പോ ട്രെയിനിലാണ്. ഞങ്ങൾക്ക് ട്രാൻസിറ്റ് പൊക്കോണ്ടിരിക്കുക. എനിക്ക് മാത്രം സീറ്റ് കിട്ടില്ല. ഞാൻ പിഞ്ച് ആയതുകൊണ്ട് ഇവരെല്ലാരും എന്നെ നല്ല കാറ്റുണ്ട്. മാസ്റ്റർ പീസ് ആട്ടോ ഈ സാധനം അല്ലേ? എന്താ അതിന്റെ മുടി മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണും. നീ ഒന്നുമില്ല. അതോ നമുക്ക് ചുമ്മാ വെളി വരെ പോട്ടല്ലോ. വേണ്ട. എല്ലാവരും കിളി പോയിരിക്കും. നീ പറഞ്ഞ നല്ല കാറ്റുണ്ട്. എന്തിന് നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. കാരണം മാർവറിലേക്കും ആദൂനും തിരിച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പെട്ടെന്ന്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇപ്പം ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അവർ തിരിച്ചു പോവാണ്. അത് തന്നെ അവന് പോകണം. പക്ഷെ അവൾ ഒറ്റയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പറഞ്ഞു വിടാന്ന് ഒന്നിച്ച് പറഞ്ഞു വിടുക. ഞങ്ങൾ ബാക്കി ഇത്രയും പേര് കാണും. ഒരുത്തനെന്തി ഒരു പീസ് എന്തി അതാ ഇത്രയും പേര് കാണും. അവർ പോവാ ഗൈസ്. ചച്ചാ അത് മാറാലെ സൂക്ഷിക്കണം. കേറിപ്പോ രണ്ടും സ്റ്റെപ്പ് കയറി പോയാ മതി. ബൈ. ഞാന് ബോട്ടിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇന്നലെ അഴിവെന്നോണം മര്യാദക്ക് കേട്ടോ. എടീ നേരത്തെ പോന്നെ ലൈവ് ഇടണേ. വെള്ളത്തിന് കൂടുതലാണ്. ഏതാ പൊട്ടിക്കുന്നേ? മൗണ്ടൻ ലുലുമാളി പോകുമ്പോ വാങ്ങിച്ചു തരണോ? കാശ് വേണോ? നമ്മളിപ്പോ ലുലുവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ പൊരിഞ്ഞ വെയിലാണ്. അകത്ത് കേറിയിട്ട് വേണം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാ. അകത്ത് പിന്നെ കേറാൻ നേരത്ത് ഒടുക്കത്തെ തണുപ്പായിക്കോളും, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അതിനകത്ത് കേറിയിട്ട് കാണാവേ. സോ അങ്ങനെ നമ്മള് ലുലുമാൾ എത്തിയിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഉള്ളത്. നമ്മൾ ലുലുമാളിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. സോ ഇവിടെ നോക്കുമ്പോൾ
എല്ലാവരും ഉണ്ട്. ഡൈനുണ്ട്, മായാവിയുണ്ട്, ഇവരൊക്കെ ഈ സമയം നമ്മൾ ലുലുവിനകത്ത് എൻട്രി ചെയ്തിരിക്കുകയാണ്. പുറത്തത്തെ വെയിലൊക്കെ കൊണ്ട് അകത്ത് കയറിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഫുൾ ചുറ്റിക്കാണും. കാരണം ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് ലുലു കാണുന്നത്. എന്റെ പിന്നെ തറവാടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ തറവാടാണ് ലുലു എന്നാണ് എന്റെ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിനി ഇവരൊക്കെ ഒന്ന് കൊണ്ട് ചുറ്റിക്കാണിക്കട്ടെ കേട്ടോ. ഡൈനെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ് ഗൈസ്. രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കുറെ കറങ്ങി നടന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുബൂസും ഒരു ബട്ടർ ചിക്കനും മേടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടും നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്തത് കൊണ്ടും ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് വന്നിട്ട് താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ വന്നിട്ട് കഴിക്കുകയാണ് ഗൈസ്. ഒരാൾ മിസ്സിംഗ് ആണ്, ഒരാൾ അപ്പുറത്തോട്ട് പോയിരിക്കുക. അയാൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ ഗൈസ്, കണ്ടോ ഞാൻ കുബൂസും ചിക്കനും കഴിക്കാത്തത് കൊണ്ട് ഈ കള്ളഹിമാറ് എനിക്കിതാ ബർഗർ വാങ്ങിച്ചു. ലോകത്തം തിന്നുന്ന കണ്ടോ നിങ്ങൾ? ഒരു പാക്കറ്റ് തീർത്തു കുബൂസ്. ഒരു പാക്കറ്റ് കുബൂസ് അവൻ തീർത്തു. എന്റേതും കൂടെ അവര് മുതലാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സാധനം കഴിക്കട്ടെ കേട്ടോ. ബൈ ബൈ. ഹായ് ഗൈസ്, സോ ഞാൻ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ ലൈവിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണാത്ത കുറേ പേരുണ്ട്. അപ്പം ഞാനത് ഈ വ്ളോഗിൻ്റെ കൂടെ ആ വീഡിയോസും കൂടെ ആ ഗിഫ്റ്റ്സും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ എല്ലാവരെയും. ലൈവിൽ എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാണാത്ത കുറേ പേരുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഈ വ്ളോഗിൻ്റെ കൂടെ തന്നെ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണാം കേട്ടോ നമുക്ക്. സോ എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ MS ഗെയിമിംഗ് തന്ന ഗിഫ്റ്റാണ്. എൻ്റെ ഈ ഗിഫ്റ്റ്സ് കണ്ടപ്പോൾ ഉള്ള എൻ്റെ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ലൈവിൽ പോയി നോക്കിയാൽ മതി. ആ ലൈവിൽ ഉണ്ടാവും. ഞാൻ ഇത് കൊണ്ടപ്പോൾ എത്രമാത്രം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള സാധനം ആ ലൈവിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ കാണിക്കാം. കണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇതാണ് ഗൈസ് ഡൈന ഗെയിമിംഗ് എഴുതിയിട്ടുള്ള ഒരു സംഭവം. കയ്യിലാണെങ്കിൽ മറ്റേ ഇത് കൺട്രോളറൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് സത്യം പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഗിഫ്റ്റ്. കാരണം എൻ്റെ റൂമിൽ എങ്ങനെ ഡൈന ഗെയിമിംഗ് എന്നൊക്കെ എഴുതിയ ഒരു സാധനം ഉണ്ടാവാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഗൈസ് കണ്ട ചെവിയിൽ എന്താ തലയിലും മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിതൊന്നും ഫ്രെയിം ചെയ്തിട്ടില്ല, ഇനി ഫ്രെയിം ചെയ്യണം. അതിന് കുറച്ച് പണിയുണ്ട്. ഇവിടുത്തെ ചുവരിൽ ആണി അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റേ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ എന്തെങ്കിലും ഇതൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈവിലൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ ഫാൻ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. നെക്സ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് ബൈ ദ ബൈ താങ്ക് യു MS. ഞാൻ ക്യാമറ വ്യൂ എവിടെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. അപ്പം ഞാൻ നോക്കുന്ന വ്യൂ കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വന്നിട്ട് അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് നമ്മുടെ ഗെയിമിംഗ് ടീം, അതായത് എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് സർക്കിൾസ് ഉണ്ട്, മാർവർല ആൻഡ് കുറച്ച് സർക്കിൾസ് ഉണ്ട്. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും പേര് വിട്ടുപോകുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഞങ്ങളുടെ ഗെയിമിംഗ് ഫ്രണ്ട്സ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഇത് വന്നിട്ട്. പക്ഷെ ഇതിൽ ചെറിയൊരു ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ് വന്നിട്ട് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൽ വെച്ച് ഇതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. സോ അതിനി പോയിട്ട് എനിക്കൊരു ഗ്ലാസ് സെറ്റ് ചെയ്യണം. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കും. അന്ന് ലൈവിൽ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. സോ ഇതിൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഫോട്ടോസും കൂടെ ഉണ്ട്. കാരണം എനിക്ക് ഡെയർ തന്ന എൻ്റെ 2 ഫോട്ടോസും കൂടെ ഉണ്ട്. അതും എനിക്ക് സ്പെഷ്യലാണ്. കാരണം ഞാൻ
അത്രയും ഇത് ചെയ്തിട്ട് സെറ്റ് ചെയ്ത ഡെയറാണ്. സോ ഇതോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ്. കണ്ടോ ഗൈസ്, ഇതില് ഈ ഫോട്ടോസ് കണ്ടോ, ഇതെനിക്ക് ഡെയർ കിട്ടിയതാണ്. പിന്നെ ഇതാ ഈ ഫോട്ടോസും ഫോക്കസ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫോട്ടോയും എനിക്ക് ഡെയർ കിട്ടിയതാണ്. സോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മുടെ അക്കീവ സ്ട്രീമർ ആണ് കേട്ടോ അതിന്റെ ഡെയർ തന്നത്. ബാക്കിയൊക്കെ ഫോട്ടോസ് ഇതാ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ ഡൈന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എഴുതുന്നത് വിഷിംഗ് യു എ ബർത്ത്ഡേ ഫിൽഡ് വിത്ത് യു ലവ് ആൻഡ് ലവർ ആൻഡ് ഓൾ യുവർ ഹെർട്ട് ഡിസൈർസ്. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. ഓക്കെ ഗൈസ്, ഇതും എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ട. കാരണം ഈ രണ്ട് ഇതും റൂമിൽ വയ്ക്കാൻ നേരം നല്ല രസമായിരിക്കുമല്ലോ. സോ ലാഗ് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. സോ പെട്ടെന്ന് പറഞ്ഞു പോവാം. നെക്സ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ A2A ക്രിയേഷൻസ് തന്ന ഒരു സെറ്റാണ്. ഒരു എന്താ പറയാന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനൊരു സെറ്റാണ് ഗൈസ്. കണ്ടോ, ഒരു ഡോളുണ്ട്, അതിന് വന്നിട്ട് 2 കോസ്റ്റ്യൂംസ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് നമ്മുടെ അടിപൊളി ക്യാച്ചിന്റെ ഗിഫ്റ്റ് ആണ്. ഇതൊരു മഗ്ഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ മറ്റേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഫോട്ടോസ് വരുത്തിക്കുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ, ആ ഒരു മഗ്ഗാണ് ഗൈസ്. അയ്യോ, ഇതാണ് ഗൈസ് ആ മഗ്. ഇതിന്റെ വീഡിയോ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇതിപ്പം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്, കാരണം ഇതിനകത്ത് ഹോട്ട് വാട്ടർ ഒഴിക്കുമ്പോഴാണ് ഇതിനകത്ത് ഫോട്ടോസ് തെളിഞ്ഞ് വരിക. അപ്പം അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ അടിപൊളി ക്യാച്ച് എന്ന ഗിഫ്റ്റ്. അതിന്റെ അല്ലാത്ത വേറെ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ അവന്റെ തന്നെ. ഞങ്ങള് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് എനിക്ക് ഞാൻ മാക്സിൽ പോയിട്ട് 3 ടീഷർട്ട് എടുത്തിട്ട്, ടീഷർട്ട് മീൻസ് ടോപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ജീൻസിന്റെ കൂടെ ഇടുന്നത്. ഒന്നാണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് വന്നിട്ട് ജീൻസിന്റെ കൂടെ ഇടുന്ന ടോപ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും അങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലൊന്നാണ് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ്, മാക്സിന്നാണ് എടുത്ത. സോ സെക്കൻഡ് ടോപ്പ് വന്നിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്, കണ്ടോ, ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ആൻഡ് തേർഡ് വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ടോപ്പ് ഫുൾ സ്ലീവ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ക്യൂൻ ഗെയിമിങ്. എൻ്റെ ലൈവ് ചാറ്റിൽ വരുന്നത് ക്യൂൻ ഗെയിം എന്നുള്ള പേരാണ് നമ്മുടെ ക്യൂന്. അടുത്തത് ക്യൂവിൻ്റെ ഗിഫ്റ്റ്സ് ആണ്. ഇതാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്. അവൾ ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ച സാധനമാണ്. ഇത് വന്നിട്ട് ഇങ്ങനൊരു കണക്ഷൻ കൊടുക്കുന്ന സാധനമാണ്. ഇതിന്റെ വയറ് കണക്ഷൻ കൊടുക്കണം. അപ്പം ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഇവിടെ കണ്ടോ, ഇതിനകത്തൊരു ലൈറ്റ് കത്തും. അപ്പം നമ്മൾ ഈ സാധനം ഇതിനകത്ത് മറ്റേ നമ്മുടെ ഈ സണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇത് വന്നിട്ട് ഈ കണക്ഷൻ കൊടുക്കാൻ നേരത്തെ ഇവിടെ ലൈറ്റ് കത്തും. അപ്പൊ അതിന്റെ മേളിൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പം ഇതിങ്ങനെ വെക്കും. ഇതിങ്ങനെ വെക്കാൻ നേരത്ത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ നൈറ്റ് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രിത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുള്ള വ്യൂ എങ്ങനെയാന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പം ഇതാണ് ഗൈസ് മൈ ലാസ്റ്റ് ഗിഫ്റ്റ്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് അല്ല, നിങ്ങളൊക്കെ കാണിക്കണമെന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. വേറൊന്നും ഞാൻ വിട്ടു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇത്രയും എന്നെ എത്താൻ വേണ്ടി സഹായിച്ചത്. സോ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ചേച്ചാ ബൈ.